ഒന്ന് ഷാഫി മദ്യപിച്ചിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ആ വിഷ്വൽ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഷാഫി അവിടെ നിന്ന് ഷാഫി ഇനി മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് ആരും അറിയണ്ട എന്ന് കരുതിയിട്ടൊരു രക്ഷാപ്രവർത്തനമാണ് പ്രവർത്തകർ നടത്തിയിട്ടുള്ളത്. ഷാഫി അവിടെ നിന്ന് പെട്ടെന്ന് വണ്ടി വിട്ടു പോകാൻ പ്രേരിപ്പിക്കുകയാണ്. ഷാഫി ഇങ്ങനെ ഇറങ്ങാൻ തയ്യാറാവുമ്പോഴും പ്രേരിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ ഷാഫി വെള്ളം അടിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഷാഫി മദ്യപിച്ചെങ്കിൽ എന്താണ് തെറ്റ് ഇതിനകത്തുള്ളത്? ഷാഫി മദ്യപിച്ചിട്ട് തെറ്റ് വരും എവിടെ? ഷാഫിയാണ് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ജനപ്രതിനിധി വെള്ളം അടിച്ചിട്ട് പൊതുവോത്തി പോയി പ്രസംഗിച്ചാലും തെറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇവിടെ GC ഉണ്ടാന്ന് പറയുന്ന MP പാർലമെന്റിൽ വെള്ളം അടിച്ച് കിറങ്ങി നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിൽ പോയ കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഷാഫി വെള്ളം അടിച്ചു എന്നുള്ളത് വലിയ പ്രശ്നമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഷാഫി വെള്ളം അടിച്ച് ആരോട് അലമ്പുണ്ടാക്കാൻ പോയില്ല. ഷാഫി വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചിട്ടില്ല. ഷാഫി വെള്ളം അടിച്ച് ആരെടുത്തും മെക്കിട്ട് കയറാൻ പോയിട്ടില്ല. ഷാഫിയുടെ അനുയായികളെ കണ്ടപ്പോൾ അവരേക്ക് വിളിച്ച് എല്ലാവരെയും വിഷ് ചെയ്തു. അത് വെള്ളം അടിച്ച് കഴിയുമ്പോൾ സ്നേഹം കൂടും. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാഫി പറമ്പിൽ MP-യുടേതായൊരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിരുന്നു. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകളായിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങളിലായിരുന്നു അത്. അദ്ദേഹം അതിൽ ക്ഷീണിതനായിട്ട് കാണപ്പെടുന്നു. ഇപ്പോൾ ചില കമൻറ്റുകളൊക്കെ വന്നത് മദ്യപിച്ചിട്ടാണ് വന്നേ എന്ന രീതിയിലൊക്കെ ആയിരുന്നു. സംഭവം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് എങ്കിൽ പോലും ഈ പൊതുപ്രവർത്തകരെ രാഷ്ട്രീയക്കാരുടെയും ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇറങ്ങി വിമർശനം ഉന്നയിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടോ ശരിക്കും സോഷ്യൽ മീഡിയയ്ക്ക്? സത്യത്തിൽ ഷാഫിയുടെ വീഡിയോ ഞാൻ കാണാനിടയായതാണ്. ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് സൈബർ ഹാൻഡിലുകളാണ് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചത്. അതിൽ നിന്നൊരു കാര്യം വളരെ വ്യക്തമാണ്. ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഷാഫി ഹോട്ടടിക്കില്ല എന്നായിരുന്നു എൻ്റെ മുമ്പുള്ളൊരു ധാരണ. കാരണം എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് അത് തന്നെയായിരുന്നു. ഷാഫിയെക്കുറിച്ചും രാഹുലിനെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുള്ളപ്പോൾ അവർ രണ്ടുപേരും ഹോട്ടടിക്കില്ല എന്നുള്ളതാണ്. നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ സമയത്ത് അവിടെ പോയി നിന്ന സമയത്ത് അന്ന് അവരുടെ ഔദ്യോഗിക വാഹനത്തിലല്ലാതെ ആളുകൾ പോയിട്ട് മേടിച്ചിട്ടുള്ളത് തണുത്ത സാധനമാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിക്കും എന്നുള്ളത് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അതിനെതിരായിട്ട് അവർ കേസ് കൊടുക്കുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ബ്ലഡിൽ ഇതിൻ്റെ കണ്ടന്റ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനൊക്കെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ കുറേ നാൾ നിർത്തി കഴിയാൽ ഡീടോക്സ് ചെയ്യണം. അപ്പം പിന്നെ ഞാനത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പോഴും അതൊരു ആരോപണമായിട്ടല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അന്നത്തെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രത്യേക ദേഷ്യത്തിൽ എനിക്കെതിരെ വലിയൊരു ആരോപണം അവരുടെ ഭാഗത്തുനിന്ന് സൈബർ അറ്റാക്ക് അവരുടെ ടീമിനെ വെച്ചുകൊണ്ട് നടത്തിയപ്പം അന്നാണ് ആദ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം പുറത്തു വരുന്നത്. ഇതേ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ടാണ്. അപ്പോഴുള്ള ദേഷ്യത്തിന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ഞാൻ പറഞ്ഞത് ഇവന്മാരെ ഒന്നും ഡ്രൈവറെ വിട്ടിട്ട് പോയിട്ട് സാധനം മേടിച്ചടിക്കുന്നില്ല, അവർക്ക് എന്നെക്കുറിച്ച് കള്ളുടിയെന്നാണ് പറയാനുള്ളതെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ തോന്നിയാൽ ഞാൻ തോഷിബ ജംഗ്ഷനിൽ പോയിട്ട് ബിവറേജിലോ അല്ലെങ്കിൽ എവിടെ തൊട്ടടുത്തുള്ള പാലാരിവട്ടം ബിവറേജിലോ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ നേരിട്ട് പോയിട്ട് സാധനം മേടിക്കുകയും ചെയ്യും, ബാറിൽ പോയിട്ട് അടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ അതേ സ്റ്റാൻഡിൽ നിലനിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്രൈമായിട്ട് ഞാൻ കാണുന്നേ ഇല്ല. അതൊരു ക്രൈമായിട്ട് ഒരിക്കലും കാണുന്നില്ല. ഇത് നമ്മുടെ കോൺഫിഡൻസ് ലെവലുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഒന്ന് ഷാഫി മദ്യപിച്ചിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ആ വിഷ്വൽ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സാധാരണഗതിയിൽ ഷാഫിയുടെ വണ്ടി വന്ന് നിൽക്കുകയാണെങ്കിൽ ആൾക്കൂട്ടം അവിടെ കാത്തു നിൽക്കുമ്പോൾ, പ്രത്യേകിച്ചും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഷാഫിക്ക് നിങ്ങൾ വണ്ടി നിറങ്ങുന്നൊക്കെ പറഞ്ഞൊന്ന് പൊക്കി ഒന്ന് കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കും. ഇതങ്ങനല്ല. ഷാഫിക്ക് ഇങ്ങനെ കൈ കാണിച്ച് ഓരോരുത്തരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഷാഫിയോട് വണ്ടി വിടും, ഡ്രൈവറോട് പറയുന്നുണ്ട് വണ്ടി വിടുമെന്ന് പറയുന്നുണ്ട്. അപ്പം ബോഡി ലാംഗ്വേജിനകത്ത് ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു. കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇത് നമ്മളുടെ നാഡീവ്യൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ നമ്മുടെ ഒരു ശാരീരിക ചലനങ്ങളെ, നമ്മുടെ ഭാവങ്ങളെ നമ്മുടെ കണ്ണിൽ തന്നെ നോക്കിയാൽ നമ്മളെ അടുത്തറിയുന്നവർക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മളെപ്പോഴും വീക്ഷിക്കുന്നവർക്ക് നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നോട്ടത്തിലൊക്കെ നിന്ന് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ എന്തൊക്കെ പെർഫ്യൂം അടിച്ച് തന്നു കഴിഞ്ഞാലും, ഒരു മണോ അറിയാത്ത എന്ന് കഴിഞ്ഞാലും നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തിരിച്ചറിയുന്നവർക്ക്, കാലങ്ങളായിട്ട് നമ്മളെ അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഷാഫി അവിടെ നിന്ന് ഇനി മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് ആരും അറിയണ്ട എന്ന് കരുതിയിട്ടൊരു രക്ഷാപ്രവർത്തനമാണ് പ്രവർത്തകർ നടത്തിയിട്ടുള്ളത്. ഷാഫി അവിടെ നിന്ന് പെട്ടെന്ന് വണ്ടി വിട്ടു പോകാൻ പ്രേരിപ്പിക്കുകയാണ്. ഷാഫി ഇങ്ങനെ ഇറങ്ങാൻ തയ്യാറാവുമ്പോഴും പ്രേരിപ്പിക്കുകയാണ്. ആയിക്കോട്ടെ, അതിലെന്താ കുഴപ്പമെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. ഇതിനകത്തൊരു കോൺഫിഡൻസ് ലെവലുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയുണ്ട്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്ത കാലത്ത്, അതേപോലെ തന്നെ ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെയൊക്കെ വേദികളിൽ വളരെ പ്രഗത്ഭരായ ആളുകളുടെ കൂടെ വേദിയിൽ പങ്കിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രവാസകാലത്ത് ഏറ്റവും കൂടുതൽ വേദികളിൽ ഖത്തറിലന്ന് പ്രസംഗിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് രണ്ടെണ്ണം അടിക്കുകയും ചെയ്യും, ഡാല്യൂട്ട് ചെയ്തിട്ട് കയ്യിൽ കരുതുകയും ചെയ്യും. അത് ഇടയ്ക്ക് 2 സിപ്പ് പിന്നെ എടുക്കും, എന്നിട്ട് പ്രസംഗിക്കാൻ കയറുക. ഇത് വേദിയിലുള്ളവർക്കൊക്കെ അറിയാം, സദസ്സിലുള്ളവർക്ക് അറിയത്തില്ല. വേദിയിൽ കൂടെ ഇപ്പുറത്തിരിക്കുന്നവർക്കൊക്കെ വർത്തമാനം അറിയാം, സംഘാടകർക്കും അറിയാം. പക്ഷെ അവർ കണ്ണടച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അപ്പം നമുക്കൊരു ഊർജ്ജം കിട്ടുന്ന പോലെയാണ്, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്ന പോലെ തോന്നും. ഇത് സത്യത്തിൽ ഫേക്കാണ്. ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത്
പഠിച്ചിരുന്ന കാലത്ത് മദ്യപാനമൊക്കെ തുടങ്ങുന്നതിൻ്റെ കാലത്ത് നമ്മൾ ഇതിനേക്കാൾ ക്രിയാത്മകമായിട്ട് നമ്മൾ പിന്നെ അന്ന് പല ആർട്ടിക്കിളുകൾ എഴുതുകയും നമ്മൾ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പിന്നീട് മദ്യത്തിന് മെല്ലെ മെല്ലെ അഡിക്റ്റായി തുടങ്ങുമ്പോൾ നമ്മളുടെ എല്ലാ കോൺഫിഡൻസ് ലെവലും ഇതുമായി റിലേറ്റഡ് ആയിട്ട് പോവുകയാണ്. നമുക്ക് തോന്നുകയാണ് അതാണ് നമ്മളെ നിലനിർത്തുന്നത്, അതില്ലെങ്കിൽ നമ്മളില്ല. നമുക്ക് ഊർജ്ജം പകരുന്ന അതാണ്, നമുക്ക് ബുദ്ധി തരുന്ന അതാണ്. സത്യത്തിൽ അത് നമ്മുടെ ബുദ്ധി ഇല്ലാതാക്കിയത് നമുക്ക് അറിയാണ്ടൊന്നുമല്ല, പക്ഷേ എന്നാലും പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ഷാഫിയുടെ സമാനമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ചില ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകുമ്പോൾ എന്നോട് കൂടെയുള്ള കൂട്ടുകാരെങ്കിലും പറയും, നീ അധികം സംസാരിക്കില്ല, അധികം ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യണ്ട, നിന്നെ സ്മെല്ല് ചെയ്യുന്നുണ്ട്, മനസ്സിലാവും എന്നൊക്കെ പറയും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കെട്ടിപ്പിടിക്കലോ, എല്ലാവരുടെ വർത്താനം പറയലോ, എല്ലാവരുടെ കൈ കൊടുക്കലോ ഒക്കെ നമ്മളതെല്ലാം മറക്കും. ഇത് ഉള്ളിൽ കിടക്കുന്ന മറ്റേ സാധനമാണല്ലോ. ഈ പറഞ്ഞ ബോധമൊക്കെ ആ സമയത്ത് വിടും. നമ്മൾ വേറെ ലോകത്തെത്തിയ പോലെ തന്നെ ഇരിക്കും. നമ്മൾ കുടിച്ചു എന്നുള്ളത് ഈ കോഴി മുട്ടയിട്ട കൊക്കുകയും പിന്നെ നാട്ടുകാരെ മുഴുവൻ അറിയിക്കുന്ന പറഞ്ഞ പോലെ നമ്മൾ പിന്നെ 4 അടിച്ചു എന്നുള്ളത് അറിയാത്ത ആൾക്കാരെയും കൂടെ നമ്മൾ അറിയിച്ചിട്ടേ നമ്മൾ തിരിച്ചു വരുള്ളൂ. ഇത് മദ്യപാനിയുടെ ബേസിക് മാനറിസങ്ങളിലൊന്നാണ്. ഞാൻ കോൺഫിഡൻസ് ലെവലുമായിട്ട് ബന്ധപ്പെട്ടത് പറയാൻ കാരണം, മദ്യപിക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ബൈക്ക് റേസ് നടത്തിയിരുന്നത്. അത് മലമുകളിലേക്കൊക്കെ ഞങ്ങൾ കയറ്റും, പാടത്തിൻ്റെ വരമ്പത്തോട് ഓടിക്കും, 2 പെഗ് അടിച്ചിട്ടാണ് ചെയ്യത്തുള്ളത്. ഇത് പെഗ് അടിക്കാത്ത കാലത്ത് നമ്മൾ ചെയ്തിരുന്ന. പക്ഷേ ഈ അതേപോലെ തന്നെ സ്വിമ്മിങ്, ഞാൻ ഇതിനു മുമ്പ് താമസിച്ച ഫ്ലാറ്റിനകത്ത് സ്വിമ്മിങ് പൂളുണ്ട്. ഞാൻ അവിടെ പോയി അവിടുത്തെ ഡ്രസ്സിങ് റൂമിൽ നിന്ന് രഹസ്യമായിട്ട് ഡയലൂട്ട് ചെയ്തൊക്കെ കൊണ്ടുപോയിട്ട് ഡ്രസ്സിങ് റൂമിൽ നിന്ന് ഇടയ്ക്ക് സിപ്പ് എടുക്കും, വരും, 2 റൗണ്ട് നീന്തും, പിന്നെയും പോയിട്ട് അടിക്കും, പിന്നെയും നീന്തും. ഇതാണ്. അപ്പം നമ്മൾ സത്യത്തിൽ മദ്യപിച്ച് നീന്താൻ പോകുന്നത് അപകടകരമാണ്, പാടില്ല. അത് നമ്മളെ നാഡീവ്യവസ്ഥയെ, നമ്മളെ ന്യൂറോ സിസ്റ്റം മുഴുവൻ പിന്നെ ദുർബലമാക്കുന്ന ഒന്നാണ്. പക്ഷെ നമ്മുടെ വിചാരം എന്താ ആ സമയത്ത്? നമ്മുടെ വിചാരം നമ്മൾ കഴിക്കുന്ന ഈ പെഗ്ഗാണ് നമ്മൾക്ക് അടുത്ത റൗണ്ട് കൂടെ നീന്താനുള്ള ആവേശം തരുന്നത് എന്നുള്ളതാണ്. ഇത് പല കാര്യങ്ങൾക്കകത്ത് ഇത്തരം കാര്യങ്ങളുണ്ട്. ഇപ്പം എനിക്ക് ഒരു തെങ്ങിൻ തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ തെങ്ങിൻ തോട്ടത്തിനകത്ത് 2018 കാലഘട്ടത്തിൽ പിന്നെ ആ തെങ്ങിൻ തോട്ടത്തിനകത്ത് തേങ്ങ ഇടാൻ സ്ഥിരം വരുന്നവൻ അന്ന് ഏറ്റവും വന്നില്ല. അപ്പോൾ എനിക്ക് വാശിയായി. അവനെ കുറേ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല. അവൻ തലേന്ന് വരാമെന്ന് പറഞ്ഞു, ഞാൻ അന്ന് പോയി കാത്തിരുന്നു. പിറ്റേന്ന് വരാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തെങ്ങ് കയറാനൊക്കെ ആളെ കിട്ടണമെങ്കിൽ കുറച്ച് പണിയുണ്ടെങ്കിലും ഞങ്ങളുടെ നാട്ടിൻപുറത്തൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ എനിക്കാണെങ്കിൽ വേറെ ആൾക്കാരെ വിളിക്കാനും വയ്യ. സ്ഥിരമായിട്ട് ഒരാളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ വേറെ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് കമ്മിറ്റഡ് ആവും. ഞാൻ എന്ത് ചെയ്തു, അപ്പം തന്നെ ഓർഡർ ചെയ്ത് ഒരു ഓട്ടോക്കാരനെ വിട്ടിട്ട് സാധനം വാങ്ങി വരുത്തിച്ചു, 2 പെഗ് അടിച്ചു, ഒരു തെങ്ങ കയറി. അന്ന് ഈ തളപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ കാലയിടുന്നത്. അപ്പോൾ ഒറിജിനൽ തളപ്പൊന്നുമില്ല, തോർത്ത് കെട്ടിയിട്ട് അത് തളപ്പാക്കിയിട്ടിട്ടു, കയ്യിൽ പിടിക്കാനുള്ളതും തോർത്താക്കി. ഒരു 4 തെങ്ങ കയറും, പിന്നെ 2 അടിക്കും, പിന്നെ ഒരു 4 തെങ്ങ കയറും, അങ്ങനെ 10-16 തെങ്ങ കയറി. അപ്പം ഞാൻ പറഞ്ഞ ഇതെല്ലാം നമ്മളുടെ ഈ ഒരു സാധനങ്ങൾ മുഴുവൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പിന്നെ മരിച്ചുപോയി ഒരു ചേട്ടൻ, ഇപ്പം ആളുടെ പേര് പറയുന്നില്ല. പുള്ളി എപ്പോഴെങ്കിലും 2 പെഗ് അടിക്കുന്ന ആളായിരുന്നു. പക്ഷേ പുള്ളിയോട് ആളുകൾ പിന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്, പുള്ളിയെക്കുറിച്ച്, പുള്ളി മരിച്ചുപോയി ആ കാലത്തിൽ, അറ്റാക്ക് വന്നിട്ട് 52 വയസ്സിൽ മരിച്ചുപോയി 2020 ജൂൺ മാസം 4-ാം തീയതി. എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് ചിയേഴ്സ് പറയുന്ന ആൾക്കാരായിരുന്നു. പുള്ളി വളരെ ലിമിറ്റഡായിട്ട് കഴിക്കുന്ന ആളാണ്, 2 വകയെ കഴിക്കത്തുള്ളൂ, മാക്സിമം പോയാൽ 3 എണ്ണം. ഞാനിരുന്ന് ഓവറായിട്ട് കഴിക്കുമ്പോഴും പുള്ളി ഒരെണ്ണം ഒഴിക്കുമ്പോഴത്തേക്കും ഞാൻ 3 എണ്ണം ഒഴിച്ച് കാണും. അപ്പോൾ പുള്ളി എന്നോട് എപ്പോഴും വഴക്ക് പറയും, രാജാ പിന്നെ എന്നെ ഒരു അനിയനെ പോലെയാണ് കാണുന്നത്, ഇങ്ങനെ ചെയ്യരുതെന്ന് പറയും. പുള്ളിയുടെ വീട്ടിലിരുന്നിട്ടൊക്കെ ചെയ്യും. പുള്ളിയുടെ വൈഫ് പിന്നെ എൻ്റെ മുൻ ഭാര്യയൊക്കെ ഉണ്ടാവും ആ സമയത്ത്. ഈ ചേച്ചിയും തമ്മിൽ പ്രണയത്തിലായ സമയത്ത് പയ്യനോട് വീട്ടിലോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. ചേച്ചി വീട്ടിൽ ബഹളമൊക്കെ ആക്കി കല്യാണം പുള്ളിയെ തന്നെ കഴിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ചെന്നപ്പം പിന്നെ പുള്ളിയുടെ അമ്മായിയപ്പനും അമ്മായിയമ്മയും ആവാൻ പോകുന്ന ആൾക്കാർ, ചേച്ചിയുടെ അച്ഛനും അമ്മയും, അച്ഛൻ ചോദിച്ചു, നീ എപ്പോഴും വെള്ളം അടിച്ച് ഓടയിലാക്കി കിടത്തുമെന്ന് ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. പുള്ളി വളരെ രസകരമായൊരു മറുപടി അതിന് കൊടുത്തു. പുള്ളി പറഞ്ഞു, പിന്നെ അത് പറഞ്ഞത് തെറ്റാണ്, ഞാൻ വെള്ളമടിച്ച് കിടക്കാറുണ്ട്, റോഡിൻ്റെ സൈഡിൽ കിടക്കാറുണ്ട്, ഓടയിലല്ല കിടക്കാറ്, ഓടയുടെ സൈഡിലാണ് കിടക്കാറെന്ന് പറഞ്ഞു കാരണം പുള്ളിക്ക് ദേഷ്യം വന്നിട്ട് പുള്ളി കൊടുത്ത മറുപടിയാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ ഷാഫി വെള്ളം അടിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഷാഫി മദ്യപിച്ചെങ്കിൽ എന്താണ് തെറ്റ് ഇതിനകത്തുള്ളത്? ഷാഫി മദ്യപിച്ചിട്ട് തെറ്റ് വരും എവിടെ? ഷാഫിയാണ് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രൈമാണ്. കാരണം ജനപ്രതിനിധി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ജനപ്രതിനിധി വെള്ളം അടിച്ചിട്ട് പൊതുവോത്തി പോയി പ്രസംഗിച്ചാലും തെറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇവിടെ GC മുണ്ടാന്ന് പറയുന്ന MP പാർലമെൻറ്റിൽ വെള്ളം അടിച്ച് കിറങ്ങി നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിൽ പോയ കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പഞ്ചാബിലെ മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ AAP വെള്ളം അടിച്ച് നിയമസഭ വരെ ചെല്ലുന്നുണ്ടെന്നുള്ളതാണ്. കാരണം പിന്നെ ഇടയ്ക്ക് ലണ്ടനിലും കണ്ട് പോയിട്ട് ഫ്ലൈറ്റിൽ കയറുമ്പോൾ കാലിടറി പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ കൂടെ വന്നതാണ്. ഇന്ത്യയിൽ നിയമവിധേയമായൊരു സാധനമാണ് മദ്യപാനം. സൗദി അറേബ്യയിലും ബാക്കിയുള്ളതിലും നിഷിദ്ധമായ സ്ഥലത്ത് അവിടെ അമേരിക്കൻ ആർമിയുടെ ബേസിലുണ്ട്, കൊടുക്കാം. ഖത്തറിൽ പക്ഷേ നിഷിദ്ധമല്ല, അവർക്ക് അവിടെ QDC തന്നെ കൊടുക്കും. ഞാൻ ഖത്തറിലുണ്ടായിരുന്ന. സൗദി അറേബ്യ വരെ ആൾക്കാർ വെള്ളം അടിക്കുന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞത് നിഷിദ്ധമായിട്ടുള്ള സാധനമല്ല. ഇന്ത്യയിൽ നിയമവിധേയമായി അതിന് ഔട്ട്ലെറ്റുകളുണ്ട്, ബാറുകളുണ്ട്, ഒക്കെ ഉണ്ട്. ഇത് പിന്നെ നിരോധിത മേഖല വളരെ കുറച്ച് പ്രദേശങ്ങളേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ അട്ടപ്പാടി പോലെയുള്ളിടത്ത്, എന്നാൽ അവിടെ പോയാൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അട്ടപ്പാടിയിൽ ഞാൻ പോയിട്ട് ഇടയ്ക്ക് ഒരു മാസം താമസിച്ചാൽ എനിക്കറിയാം, അവിടെ ഇഷ്ടം പോലെ കിട്ടും ബ്ലാക്കിൽ. എവിടെയാണോ ഇത് നിരോധിക്കുന്നത് അവിടെ ഏറ്റവും കൂടുതൽ കിട്ടും. സൗദി അറേബ്യ പോയാൽ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. അതങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. എന്താണോ നമുക്ക് വിലക്കപ്പെടുന്നത്, അത് ബൈബിൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, പിന്നെ തോമസിനറിയാം. അതായത് വിലക്കപ്പെട്ട കനി എപ്പോഴും തേടി പിടിക്കാനുള്ള വ്യഗ്രതയുണ്ടാവും. അത് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, അതെന്താണെന്നുള്ളത് അറിയാൻ. എന്തുകൊണ്ട്, വൈ നോട്ട് എന്നുള്ളൊരു ചോദ്യം വരും. അപ്പം ഇതുണ്ടാവും. അപ്പം ഷാഫി വെള്ളം അടിച്ചു എന്നുള്ളത് പിന്നെ വലിയ പ്രശ്നമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഷാഫി വെള്ളം അടിച്ച് ആരോട് അലമ്പുണ്ടാക്കാൻ പോയില്ല. ഷാഫി വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചിട്ടില്ല. ഷാഫി വെള്ളം അടിച്ച് ആരെടുത്തും മെക്കിട്ട് കയറാൻ പോയിട്ടില്ല. ഷാഫിയുടെ അനുയായികളെ കണ്ടപ്പോൾ അവരേക്ക് വിളിച്ച് എല്ലാവരെയും വിഷ് ചെയ്തു. അത് വെള്ളം അടിച്ച് കഴിയുമ്പോൾ സ്നേഹം കൂടും. വെള്ളം അടിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നതെന്നുള്ളത് വെള്ളം അടിച്ച ആൾ മറന്നു പോകും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എൻ്റെ കാര്യം തന്നെ എക്സാമ്പിൾ പറഞ്ഞല്ലോ. അപ്പം ഷാഫി വെള്ളം അടിച്ചോ ഇല്ലയോ എന്നുള്ളത് വലിയ വിഷയമാക്കേണ്ടതില്ല. പിന്നെ ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകൾ ഇത് പ്രചരിപ്പിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും വെള്ളമടി നിർത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ പിന്നെ ബാറുകളെല്ലാം പൂട്ടിപ്പോകുന്നേ. ഇതല്ലാത്തവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? കേരളത്തിലെ ബാറ് മുഴുവൻ പൂട്ടിപ്പോകും. പിന്നെ ബിവറേജിന് മുമ്പിൽ ആരെങ്കിലും ഉണ്ടാവുമോ? ഈ കേരളത്തിലുള്ള എല്ലാവർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൽപ്പെട്ടവർ പിന്നെ എല്ലാവരും നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, വെള്ളമടി നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇതെല്ലാം പൂട്ടിപ്പോകും. പിന്നെ കേരളം സമ്പൂർണ്ണ പിന്നെ വിമുക്ത മേഖലയായിട്ട് പ്രഖ്യാപിക്കാം. അപ്പോൾ കേരളത്തിലുള്ള മനുഷ്യന്മാരിൽ പിന്നെ ഒരു 70% 80% പേര് മദ്യപിക്കുന്നവർ തന്നെയാണ്. അതിനകത്ത് എല്ലാവർക്കും അവകാശമുണ്ട്, റൈറ്റ് ഉണ്ട്. പിന്നെ പാർലമെൻറ്റിലോ നിയമസഭയിലൊക്കെ മദ്യപിച്ച് പോകുന്നത് അത് അവരുടെ ഔചിത്യബോധത്തിന് വിട്ടുകൊടുക്കണം. അതുപോലും നിഷിദ്ധമല്ല. അതുപോലും സഭാ ചട്ടങ്ങൾ പ്രകാരം അച്ചടക്ക ലംഘനത്തിന് കേസെടുക്കാൻ പറ്റുന്ന സാധനമൊന്നും അല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ GC മുണ്ട വെള്ളം അടിച്ചു പോയത്. അവിടെ പോയിട്ട് വെള്ളം അടിച്ചിട്ട് പിന്നെ വാള് വെക്കുകയോ അല്ലെങ്കിൽ പിന്നെ മുണ്ടൂരിട്ട് തലയെ കെട്ടി അഭ്യാസം കളിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് പ്രശ്നമാവുന്നത്. മറ്റേത് വെള്ളം അടിച്ചത് അകത്ത് കിടക്കുന്ന ആർക്കാ പ്രശ്നമുള്ളത്? PC ജോർജ് പറഞ്ഞിട്ടില്ല, ഞാൻ ദിവസം 2 അടിക്കുമായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും പുള്ളി പറയുന്നത് ഒരു പിന്നെ 90 ml ഒക്കെ അടിക്കുന്നത് നല്ലതാണെന്നാണ് പറയാറുള്ളത്, പുള്ളി പറയാറുള്ളത്. അപ്പോൾ ഇത് TV തോമസിൻ്റെ കാലത്തുണ്ട്. TV തോമസിന് മന്ത്രിയായിരിക്കുമ്പോൾ TV തോമസ് മദ്യപിക്കുമായിരുന്നു. പുള്ളിക്ക് കള്ളായിരുന്നു. അന്ന് നല്ല ചെത്തുകൾ കിട്ടുന്ന സമയമാണ്. അങ്ങനെ TV തോമസ് പുറത്തു പോയിട്ട് കുടിക്കാതിരിക്കാൻ വേണ്ടി ഗൗരിയമ്മ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഗൗരിയമ്മ തന്നെ ഒരു സ്റ്റാഫിനെ ഏൽപ്പിച്ചു നല്ല കള്ള് കൊണ്ടുവന്ന് TV തോമസിന് മന്ത്രിമന്ദിരത്തിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ. കാരണം നാണക്കേടുണ്ടാക്കാതിരിക്കാൻ വേണ്ടി. മറ്റേത് മന്ത്രി അവിടെ കള്ള് ഷാപ്പിൽ പോയിരുന്നു കുടിച്ചു എന്നുള്ള, അന്ന് പിന്നെ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ MLA ഹോസ്റ്റലുകളിൽ അത്യാവശ്യം 80% MLA ഹോസ്റ്റലുകളിലും വൈകുന്നേരം ആകുമ്പം വട്ടം കൂടി 2 സ്മാൾ അടിക്കുന്നുണ്ട്. ഞാൻ പല MLA ഹോസ്റ്റലുകളിൽ ഇരുന്നിട്ടുണ്ട്, പലരെയും കൂടെ മദ്യപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ 80% MLA കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. MLA ഹോസ്റ്റലുകളിൽ വൈകുന്നേരമായ പരിപാടിയുണ്ട്. നല്ല സാധനം കിട്ടുകയും ചെയ്യും. അവർ ഈ ലോക്കൽ ജവാനൊന്നും അല്ല, നല്ല സാധനം. അത് അവർക്ക് ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അത് ഇരുന്ന് അവരെ കൂടെ കഴിക്കുക. അപ്പോൾ ചിലപ്പോൾ പിന്നെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് രാജൻഭായി വൈകിട്ട് ഇറങ്ങുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നല്ല നല്ല ഫുഡും കിട്ടും, ഒക്കെ കിട്ടും. ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നതായിരിക്കും, അങ്ങനെ ഉണ്ടാവും. ഇതിനകത്തൊന്നും പിന്നെ വലിയ കുറ്റമായിട്ട് എനിക്ക് കാണേണ്ടതില്ല. ഇപ്പം തന്നെ നമുക്ക് പലപ്പോഴും ഗിഫ്റ്റായിട്ട് ആൾക്കാർ ഈ പിന്നെ പ്രേക്ഷകരായിട്ടുള്ളവർ പുറത്തുനിന്ന് വിളിച്ചിട്ട് പറയുക ഏത് ബ്രാൻഡാണ് കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കും. നമുക്കൊരു ഗിഫ്റ്റ് തരണം. നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഫേസ്ബുക്കിൽ കൂടെയുള്ള പരിചയം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ കൂടെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഷാഫിയുടെ മാനറിസങ്ങളിൽ നിന്ന് ഒരു കുടിയന് വേറെ കുടിയനെ നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും എന്ന് പറയാറുണ്ട്. എനിക്കത് അതിൽ നിന്ന് കുടിച്ചിട്ടുണ്ട് എന്നാണ് ഏറെക്കുറെ എനിക്കും ബോധ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അതൊരു ക്രൈമല്ല. അതിൻ്റെ പേരിൽ പിന്നെ ഷാഫിക്കെതിരെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയേണ്ട കാര്യമില്ല. വേണ്ട. പഞ്ചാബിലെയും കണ്ട അമരീന്ദർ സിംഗ് സർക്കാരിൻ്റെ സമയത്ത് അവർ എക്സ്പെൻസിൽ ബിവറേജ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് കേരളത്തിലെ CPM-മാരെല്ലാം കൂടെ പറഞ്ഞു അവർ ബിവറേജ് കോർപ്പറേഷൻ്റെ കള്ള മേടിച്ച് കൊടുത്തത്. ബിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പാനീയങ്ങളും ബാക്കിയുള്ളതും ലഘുഭക്ഷണവും ഒക്കെ പെടുന്നതാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് സർക്കാർ തന്നെ പലപ്പോഴും പിന്നെ പത്രക്കാരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും വിദേശ പ്രതിനിധി, രാജ്യപ്രതിനിധികൾ ഏതെങ്കിലും കമ്പനികളുമായിട്ട് ചർച്ച നടത്തുമ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർക്കാർ ചെലവിൽ മദ്യം കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള സിസ്റ്റമാണ്. എന്തിനാതെ ഖത്തറിൽ ഇന്ത്യയുടെ പിന്നെ ഒരു കപ്പലിൻ്റെ പേര് മറന്നുപോയി, അത് ഖത്തറിൽ പിന്നെ വന്ന് നങ്കൂരം ഇട്ടു. ആ സമയത്ത് ഷിപ്പിൽ പാർട്ടി വെച്ചു ഇന്ത്യൻ നേവി. ആ പരിപാടിക്കകത്ത് ഞാൻ പങ്കെടുത്തതാണ്. നല്ല സാധനം നിരത്തി വെച്ചിരിക്കുക, ബാറിലെ കൗണ്ടറിൽ വെച്ചേക്കുന്ന പോലെ ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം, കോക്ടെയിൽ ആക്കി കഴിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടാകുന്ന സമയത്ത് ആണ് ഇത് പറയുന്നത്. ലേഡി മൗണ്ട് ബാറ്റൺ പ്രഭുവിൻ്റെ കൂടെ എഡീന അല്ലേ അവരുടെ പേര്, അവരുടെ കൂടെ സ്കോച്ച് അടിച്ചിരുന്ന ആളാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന് മൗണ്ട് ബാറ്റൺ പ്രഭുവിൻ്റെ കൂടെ സ്കോച്ച് അടിക്കാം. ജിന്നയും കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ജിന്ന പന്നിയിറച്ചിയും കഴിക്കുമായിരുന്നാണ് പറയുന്നത്. ഷാഫി പറമ്പിൽ 4 സ്മോൾ അടിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പം?
ഷാഫി പറമ്പിൽ പിന്നെ കള്ളു കുടിച്ചിട്ട് എവിടെയെങ്കിലും മതിൽ ചാടിയിട്ട് ആരെങ്കിലും കയറി പിടിക്കാൻ പോയോ? വഴിയെ കൂടെ പോകുന്നവരെ മാല മോഷ്ടിക്കാൻ പോയോ? ഷാഫി പറമ്പിൽ മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചോ? ഷാഫി പറമ്പിൽ പിന്നെ ആരെങ്കിലും തെറി വിളിച്ചോ? ഷാഫി പറമ്പിൽ റോട്ടിൽ നിന്നിട്ട് അഭ്യാസം കാണിച്ചോ? ഷാഫി പറമ്പിൽ മുണ്ടൂരിട്ട് തലയിൽ കെട്ടിയിട്ട് പിന്നെ റോഡ് ബ്ലോക്ക് ആക്കിയോ? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഷാഫി പറമ്പിൽ കള്ളു കുടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഷാഫി പറമ്പിലിനെ അധിക്ഷേപിക്കുന്നതിനകത്ത് അദ്ദേഹം കുടിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലത്, അത്രയേ ഉള്ളൂ. കുടിച്ചാൽ ഷാഫി ആണെങ്കിലും രാജൻ ജോസഫ് ആണെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് ഹാനികരം അതിൽ വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കുടിച്ചിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ ഫോർ ഹിം, സൊസൈറ്റിക്കല്ല. കുടിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം സൊസൈറ്റിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല കുടിച്ചതിൻ്റെ പേരിൽ. അല്ലാതെ ഷാഫിയോട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വേറെ പറയാം. രാഷ്ട്രീയമായിട്ടും അദ്ദേഹത്തിൻ്റെ ചില നീതി പിന്നെ രഹിതമായിട്ടുള്ള ഇടപെടലിനെ കുറിച്ചൊക്കെ പറയാം. ഷാഫി വെള്ളം അടിച്ചു, ഷാഫി അതിനകത്ത് വെള്ളം അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നവന്മാരെല്ലാം വെള്ളം അടിച്ചിട്ടാണ് ഇരുന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത്. അതാ രസം. ഷാഫി വെള്ളം അടിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയും കമൻറ്റ് ഇടുകയും ചെയ്യുന്നവൻ അതിനേക്കാൾ അവൻ പിന്നെ 4 അടിച്ചിട്ടാണ് അവൻ ഇത് കാണുമ്പോൾ അവൻ്റെ ധാർമ്മിക രോഷം വരുന്നത്, വെള്ളം അടിച്ചിട്ട്. എനിക്കിത് കാണുമ്പോൾ ചിരി വരുന്നത്. അപ്പം നമ്മുടെ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ കുഴപ്പമാണത്. ഇപ്പം എന്തായിരുന്നാലും പിന്നെ എനിക്കിത്രേ പറയാനുള്ളൂ. വെള്ളമടി ഉള്ളതുകൊണ്ടാണ് മലയാളികൾ പിന്നെ മദ്യപാനം നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ പിന്നെ ആശുപത്രിയിൽ പിന്നെ ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ പിന്നെ ആരോഗ്യ സംവിധാനങ്ങൾ തകരാറിലാവും. മന്ത്രിമാരുടെ ക്ലിഫ് ഹൗസിലെ വരെ, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ വരെ പിന്നെ കറണ്ട് കട്ടുണ്ടാവും. അവിടെ ജനറേറ്ററിനകത്ത് ഡീസലിന് എണ്ണ അടിക്കാൻ പൈസ ഉണ്ടാവില്ല. കാരണം ഇന്ന് കേരളത്തിൻ്റെ റവന്യൂ എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട റവന്യൂ എന്ന് പറയുന്നത് ഇതിനെ നിലനിർത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് ഷാഫി പറമ്പിൽ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഷാഫി പറമ്പിലിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണ്. കേരളത്തിൻ്റെ ബജറ്റിലേക്ക് ഒരു കോൺട്രിബ്യൂഷനാണ്. പുറത്തുനിന്ന് കൊണ്ടുവന്ന, അല്ലെങ്കിൽ നല്ല സ്കോച്ച് സാധനം പുറത്തുനിന്ന് കൊണ്ടുവന്നായിരിക്കും. ഷാഫി പറമ്പിൽ മദ്യപിച്ചോ ഇല്ലയോ എന്നുള്ള ഒരു വിഷയമല്ല. ഷാഫി പറമ്പിൽ മദ്യപിച്ചെന്തെങ്കിലും തോന്നിയാസം കാണിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഷാഫി പറമ്പിൽ ഇന്ന് വരെ മദ്യപിച്ചൊരു വൃത്തികേട് കാണിച്ചതായിട്ട് ഒരു കുട്ടിക്ക് പോലും പറയാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മദ്യപിക്കാത്ത ഷാഫിയെക്കുറിച്ച്, ഷാഫി കാണിച്ചിട്ടുള്ള പല പിന്നെ വൃത്തികേടുകളെക്കുറിച്ച് എനിക്കെതിരെ അഭിപ്രായങ്ങൾ നിലനിൽക്കുമ്പോഴും ഷാഫി പറമ്പിൽ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ആ മദ്യപിച്ചതിൻ്റെ പേരിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നിലമ്പുര റീൽസ് എന്നൊക്കെ പറയുന്നത് അന്ന് ഹോട്ട് അടിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. റീൽസ് ഞാൻ പറഞ്ഞ അന്നൊക്കെ തണുത്തതാണ്, പിന്നെ അല്ലാതെ ഹോട്ട് അടിക്കുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. നിലമ്പുര റീൽസ് അത് അവരുടെ പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം നാട്ടിലിറങ്ങി വോട്ട് ചോദിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഈ വണ്ടിയുടെ മേളിൽ നിന്ന്. അങ്ങനെയുണ്ട്. വീട് കയറി വോട്ട് ചോദിക്കാൻ പറ്റത്തില്ല, ഉണ്ടായിരിക്കും. അന്ന് പിന്നെ ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ വീട് കയറി വോട്ട് ചോദിക്കുമ്പോൾ ഇവർ റീൽസ് ഇട്ട് കളിച്ചുകൊണ്ടിരുന്നു എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അപ്പം എന്തായിരുന്നാലും ലെഫ്റ്റ് ഹാൻഡിലുകൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിൽ കള്ളു കുടിക്കാത്തവർ, ഷാഫി കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ഇടട്ടെ, പോസ്റ്റ് ഇടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.